മെമ്പറെ മുന്നിൽ നിർത്തി കളിക്കാൻ വിനായകൻ ഒരുങ്ങുന്നു. പണം നഷ്ടപ്പെട്ടതിൽ പിച്ചളയെ സംശയമുണ്ടെന്ന് സീത പോലീസിനോട് പറയുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ ഏൽപ്പിക്കുമെന്ന് പിച്ചള സീതയോട് പറയുന്നു. പണം നഷ്ടപ്പെട്ടതിന് പിന്നിൽ വിനായകനാണെന്ന് മനസ്സിജൻ പോലീസിനോട് പറയുന്നു. തുടർന്ന് കാണുക. പിച്ചളെ, വിനായകൻ പണമുള്ളവനാ. അയാൾക്ക് നമ്മുടെ 2 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് എന്ത് കിട്ടാനാ? ഹലോ, ആരാ? വിനായകൻ. ഒരു നല്ല വാർത്ത സൊല്ലട്ടുമാ. മനസ്സിന് നഷ്ടപ്പെട്ട പണത്തിന്റെ പേരില് CA എന്നെ ചോദ്യം ചെയ്തു. എല്ലാം വെളിപ്പെടുത്തണമെന്നുണ്ടായിരുന്നു മനസ്സിജ. പിന്നെ തോന്നി അത് വേണ്ടാന്ന്. അങ്ങനെ പോലീസ് നിയമം എന്ന വഴിയെ പോകാനായിരുന്നെങ്കിൽ തമിഴ്നാട് കാവൽ നിലയത്തിന്റെ വണ്ടിയില് വിനായകൻ ഇവിടെ വന്ന് ഇറങ്ങാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നെ കുരുക്കാൻ നോക്കിയിട്ട് ആ കുരുക്കിൽ നിന്ന് നിങ്ങളെയാ ഞാൻ രക്ഷിച്ചിരിക്കുന്ന മനസ്സിജ. ജ്ഞാനദൃഷ്ടിയുള്ളവനാ വിനായകൻ. അതുകൊണ്ട് തന്നെയാ മനസ്സിജ ഞാൻ നിന്നെ പിന്തുടരുന്നത്. ഒന്നോർത്തോ മനസ്സിജ, ഇനി ഞാൻ നിങ്ങളെ പിന്തുടരുകയല്ല. എനിക്ക് പിടിതരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓടിത്തുടങ്ങാൻ പോവാ. ഹലോ, ഹലോ, ഇത് അയാളായിരുന്നു പിച്ചള വിളിച്ചത്, ആ വിനായകൻ. അയാളെ CA ചോദ്യം ചെയ്തു. എന്നിട്ടെന്താ? വിനായകൻ തലയൂരി. ഞാൻ പറഞ്ഞില്ലേ ഭായി, CA വിനായകൻ ചാക്കിലാക്കി കഴിഞ്ഞു. ഇല്ല പിച്ചളെ, അയാൾ ഇവിടേക്ക് വന്നത് നമ്മുടെ കാശ് തട്ടിപ്പറിക്കാനൊന്നുമല്ല. പിന്നെ അയാളുടെ വരവ് അത്ര നല്ലതിനല്ല പിച്ചളെ. എന്റെ മനസ്സ് ജമ്പായി, അവൻ എന്താ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് തുറന്നു പറയ്. എല്ലാം കൊണ്ടും കൈ പെരുത്തിരിക്കുക. അവനെ എനിക്ക് വിട്ടേക്ക്. പോലീസിന്റെ നേരെ ഓങ്ങാൻ വെച്ചത് ആ തമിഴന്റെ കരണത്തിട്ട് പൊട്ടിക്കും ഞാൻ. പിച്ചളെ, അയാളുടെ വിളി വന്നതോടെ ബായിയുടെ മുഖഭാവങ്ങളൊക്കെ മാറി. ഭീതി ആശങ്കകളൊക്കെ ഇപ്പൊ ഈ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പിച്ചളയ്ക്ക് കഴിയുന്നുണ്ട്. ഏയ്, പിച്ചളയ്ക്ക് അതൊക്കെ വെറുതെ തോന്നുന്നതാ. ഞാൻ ബായിയുടെ ആത്മാർത്ഥ സുഹൃത്തല്ലേ, എനിക്കതിന് കഴിയും ബായി. ഒന്നും വെറുതെ തോന്നില്ല. ശരിയാ പിച്ചളെ. ഒരു ഭാഗത്ത് പണം നഷ്ടപ്പെട്ട ടെൻഷൻ, മറുഭാഗത്ത് ഭീഷണി മുഴക്കി ഒരു വിനായകന്റെ പ്രവേശനം. എന്റെ കുട്ടുവിനും കുഞ്ഞുമണിക്കും വേണ്ടി മാത്രം ജീവിച്ചു തീർക്കണമെന്നുള്ള ആഗ്രഹമാ പിച്ചളെ ഇപ്പൊ എന്റെ ഉള്ളിലുള്ളത്. ആ ആഗ്രഹത്തിന് ഒരു ഭംഗവും സംഭവിക്കാൻ പോണില്ല ബായി. ഈശ്വരൻ നിയോഗിച്ചിരിക്കുന്ന സുദീർഘമായ ദാമ്പത്യം നിങ്ങൾ സംതൃപ്തമായി തന്നെ ജീവിച്ച് തീർക്കും. അത് കാണാൻ ആഗ്രഹിക്കുന്നവനാ പിച്ചള. പിന്നെ അതിനിടയ്ക്ക് ബായെ ആരെങ്കിലും ചൊറിയാനോ കുത്താനോ വന്നാ ഞാനിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുവോ? കുട്ടിമണിപ്പെങ്ങളുടെ മുന്നിലേക്ക് ബായ് ഇങ്ങനെ തകർന്ന മനസ്സുമായിട്ട് ചെന്ന് കയറല്ലേ. എല്ലാം തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള പക്വത ഇപ്പൊ കുട്ടിമണിപ്പെങ്ങൾക്ക് ഉണ്ട്. അത് ഓർമ്മ വേണം. ഉണ്ട് പിച്ചളെ. ഉണ്ടല്ലോ. എങ്കിലും നടക്ക്. വരുന്നോടത്ത് വെച്ച് നമുക്ക് നേരിടാ ബായ്. നമുക്ക് നേരിടാ. എന്താ? വാ ബായ്. എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സുഖം. മനസ്സിനും കുട്ടിമണി എവിടെ? വന്നില്ല, ഞാൻ വിളിച്ചിട്ട് വരാം. ഒരു വീട്ടിലെ സ്നേഹവും സമാധാനവും സന്തോഷവും പ്രകടമാവുന്നത് ആ വീടിന്റെ ഭക്ഷണമുറിയില്ല. മനസ്സിനും കൂടെ വരട്ടെ, എന്നിട്ട് വിളമ്പിയാ മതി. മനസ്സിനെ വിളിക്കാൻ ബാലൻ പോയിട്ടുണ്ട് മോളെ. നീ ഇങ്ങി വാ, നമുക്ക് കഴിക്കാം. സിജ, എല്ലാരും ഭക്ഷണം കഴിക്കായിരുന്നു. സിജൻ വരുന്നില്ലേ? എനിക്ക് വേണ്ട ബാലേട്ടാ. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതോർത്ത് സിജൻ ആഹാരം കഴിക്കാതിരിക്കണ്ട. വാ. ഇല്ല ബാലേട്ടാ, മനസ്സിനൊരു സുഖമില്ല. നിങ്ങൾ കഴിച്ചോ? ഇവിടെ ഞങ്ങളും നിങ്ങളെന്നൊരു വേർതിരിവുണ്ടോ സിജ? ദേ, എല്ലാവരും ഇവിടെ കാത്തിരിക്കുക. കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ട് മാത്രം എനിക്ക് ഈ വീട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാനം കിട്ടണമെന്നില്ലല്ലോ ബാലേട്ടാ. സിജ, ഇങ്ങനെ എഴുതാപ്പുറം വായിക്കരുത്.
ഞാൻ പറഞ്ഞതിൽ എന്താ ബാലേട്ട തെറ്റ്? സീതടത്തിക്ക് വേണമെങ്കിൽ എൻ്റെ നേർക്ക് കുറ്റം ആരോപിക്കായിരുന്നു. എന്തിനായിരുന്നു ബാലേട്ട പിച്ചലോട് ഇങ്ങനെ ഒരു ദ്രോഹം? പിച്ചള എന്ത് തെറ്റ് ചെയ്തിട്ടാ സീതടത്തിക്ക് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ തോന്നിയത്? ബാലേട്ട, പിച്ചള എന്ത് തെറ്റാ ചെയ്തേ? ഇത്രയും കാലം ചങ്ക് പറിച്ചിരുന്ന സ്നേഹവും അടുപ്പവും എന്നോടും ഈ വീടിനോടും കാണിച്ചതോ? പിച്ചള ഇത്രയും കാലം വരെ കിടന്നോടിയത് തരക്കേടില്ലാത്തൊരു തൊഴിൽ മാർഗം എനിക്ക് മുന്നിൽ തുറന്നു കിട്ടാൻ വേണ്ടിയായിരുന്നില്ലേ? ഒരാളുടെ ജീവിതത്തിൽ വഴികാട്ടി തരാനും വെട്ടം പിടിച്ച് നിൽക്കാനും മറ്റൊരാൾ വേണം ബാലേട്ട. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ എൻ്റെ കുട്ടുവാണെങ്കിലും അതിനൊപ്പം നിൽക്കുന്ന ഒരാൾ പിച്ചളയാ. ആ പിച്ചളയാ. സീത അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ സിഐയോട് അങ്ങനെ പറഞ്ഞു പോയി. ഇനിയിപ്പോ സീത പറഞ്ഞില്ലെങ്കിൽ പോലും പോലീസ് പിച്ചളയെ സംശയിക്കുമായിരുന്നില്ലേ? അവർക്കുണ്ടാകുന്ന സംശയം പോലെയാണോ ബാലേട്ട ഇത്? സിജ, അത് മറക്ക്. പിച്ചളയെ പറ്റി അങ്ങനെ പറയേണ്ടി വന്നതിൽ സീതയ്ക്കിപ്പോൾ കുറ്റബോധമുണ്ട്. ആ മനസ്സെനിക്കറിയാം. ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. പറ്റിപ്പോയ തെറ്റിൽ സിജനോട് 100 വട്ടം ക്ഷമയോദിക്കുന്നൊരു മനസ്സായി ഇപ്പം സീതയ്ക്ക്. സിജനത് മനസ്സിലാക്കണം. ബാലേട്ട, പിച്ചള മോഷ്ടിച്ചിട്ടുണ്ട്, ജയിലിൽ കടന്നിട്ടുണ്ട്, ഒരു കള്ളൻ എന്ന വിളിപ്പേരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പിച്ചള അതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ മനുഷ്യനായി മാറിയത് ഇവിടെ എല്ലാവരും മനസ്സിലാക്കിയതല്ലേ? എന്നിട്ടും സീതയടുത്തേക്ക് മാത്രം പിച്ചളയെ ആ പഴയ നിലയിൽ മാത്രമേ കാണാൻ കഴിയുന്നുള്ളെങ്കിൽ എന്നോടുള്ള തോന്നലുകൾ എന്തായിരിക്കും? അത് ബാലേട്ടൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സിജ, സീതയ്ക്കൊരു തെറ്റുപറ്റി. അതിലവർക്ക് കുറ്റബോധം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിച്ചലോട് മാപ്പ് പറയണോ? സിജനോട് മാപ്പ് പറയണോ? ചിലപ്പോ സീത അതിനും തയ്യാറാവും. അതൊന്നും വേണ്ട ബാലേട്ട. സീതയടുത്തി മാപ്പ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അടുത്തിരിക്കുന്ന ആത്മബന്ധങ്ങൾക്കിടയിൽ അരക്കിട്ടുറപ്പിക്കേണ്ടത് വിശ്വാസം എന്നതാണെന്ന് സീതയടുത്തി ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആഹാ, മനുഷ്യനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് വലിയേട്ടൻ ഇവിടെ ഒന്ന് വർത്താനം പറഞ്ഞോണ്ട് നിക്ക. സിജന് ഭക്ഷണമൊന്നും വേണ്ടാന്ന് കുട്ടിമണി തന്നെ വിളിച്ചോണ്ട് പോകും. അന്നാ മനുഷ്യന് വേണ്ടാത്ത? അത് നല്ല വിശപ്പ് തോന്നില്ല കുട്ടു. വിശപ്പില്ലേലും കുറച്ച് കഴിക്കണം. അത്താഴ പട്ടിണി കിടക്കാൻ പാടില്ലാന്ന് അപ്പച്ചമ്മ എപ്പോഴും പറയാറില്ലേ? അല്ല, പച്ചക്കറിയുടെ പൈസ പോയതിന്റെ വിഷമാണോ? നമ്മൾ ഇവിടെ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എല്ലാരും ഒന്നിച്ചിരിക്കുമ്പോ സിജൻ മാത്രം മാറിയെന്ന? അതെ, മനുഷ്യൻ മാറിയെന്നാ ഞാനും മാറിക്കും. മോനെ, പണം പോയതിലുള്ള വിഷമം എല്ലാവർക്കും ഉണ്ട് മനസ്സിച്ച. അതിന്റെ പേരില് അത്താഴം കഴിക്കാതിരുന്ന ശരീരത്തിനാ കേട്. അന്നം ദേവിയാണ്. അന്നത്തിന് നേരെ മുഖം തിരിക്കുന്നു എന്ന് വെച്ചാ അത് ദേവിക്ക് നേരെയുള്ള നിഷേധം എന്നാണ് അർത്ഥം. ഇവിടെ അത് പാടില്ല. നമ്മുടെ ഉള്ളിൽ എന്ത് വിഷാദം ഉണ്ടെങ്കിലും അന്നത്തോട് നമ്മളത് കാണിക്കരുത്. ഞാനാ അപ്പച്ചിയപ്പ പ്രശ്നം. പണം നഷ്ടപ്പെട്ടതിന് പിന്നിൽ പിച്ചളയെ ഞാൻ സംശയിച്ചില്ലേ? അതാ സിജനെ വിഷമിപ്പിച്ചത്. എന്നിൽ നിന്നത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ആ മാനസികാവസ്ഥയിൽ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. ബാലേട്ടം പോലും വിലക്കാൻ നോക്കിയിട്ടും എന്തോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. എനിക്കതിലും മനസ്താപമുണ്ട്. സിജനെയും മറ്റുള്ളവരെയും അതിത്രമാത്രം വേദനിപ്പിക്കുമെന്ന് ഞാൻ ചിന്തിക്കാതെ പോയി. എന്റെ ആരോപണം സിജനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സിജൻ എന്നോട് ക്ഷമിക്കണം. സീതടുത്തി, കുറ്റബോധം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ പാടില്ല മോളെ. അത് തുറന്നു പറയണം, ക്ഷമ ചോദിക്കണം. അതിനുള്ള മനസ്സാ നമ്മളെ വലിയവരാക്കുന്നത്. സിജ, തീർന്നല്ലോ. ഇനി ഈ ഒരു പ്രശ്നം ആരുടെ നാവിൽ നിന്ന് വീണു പോരുത്. ഇനി എല്ലാവരും സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാം, അല്ലേ അപ്പച്ചേപ്പാ? അതെ. ഈ മനുഷ്യൻ എപ്പോഴും എന്നെ കുറ്റം പറയും, എനിക്ക് കുട്ടിക്കളിയാന്ന്. എന്നിട്ടിപ്പോ ആരാ കുട്ടിക്കളി കളിച്ചോണ്ടിരിക്കുന്നേ? ഈ മുഖം ഇങ്ങനെ വിരിപ്പിച്ചിരിക്കുന്നൊന്നും ശരിയല്ല കേട്ടോ മനുഷ്യ. കുട്ടിമണി പറഞ്ഞതാണ് ശരി. പറഞ്ഞാ തീരാത്ത ഒരു പ്രശ്നവും ലോകത്തില്ല. ഒരു വാക്കിലെല്ലാം തീരും. ഇപ്പൊ തന്നെ സീത തെറ്റ് മനസ്സിലാക്കി ക്ഷമ പറഞ്ഞില്ലേ? അതാ ഈ ചർച്ച മതി. പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാ പിന്നെന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? സീതേ, നീ ചോറ് വിളമ്പിക്കേ. ഞാനും വിളമ്പാൻ കൂടാ. വാ സിജ. വല്യേട്ടാ, കുഞ്ഞുമണിയെ വലിയ ചേപ്പിച്ചിട്ട്
രാവിലെ ഞാനും മനുഷ്യനും കൂടെ അമ്പലത്തിൽ പോയി. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കഷ്ടങ്ങളെല്ലാം അകന്നു പോകാൻ വഴിപാടും കഴിപ്പിച്ചു. അത് നന്നായി. ഇങ്ങനെയെല്ലാം അറിഞ്ഞങ്ങ് ചെയ്തോണം. വല്യേട്ടാ, വല്യേട്ടൻ ഈ പാട്ട സ്കൂട്ടർ മാറ്റാറായിരുന്നു. വലിയേട്ടൻ ഇത് തന്നെ ധാരാളം മോളെ. ആ, കാശ് വരുമ്പോ ഇത് മാറ്റി ഒരു കാർ വാങ്ങിക്കണം. കാശ് വരുമ്പോഴല്ലേ അത് നമുക്ക് അന്നേരം ആലോചിക്കാം. ഏത് കാറിന്റെ കാര്യമോ നീ പറയുന്നേ? മഴക്കാറിന്റെ ആണോ? ദേ അപ്പച്ചമ്മേ, ഞാൻ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോ വെറുതെ കളി പറയല്ലേ, എനിക്ക് ദേഷ്യം വരും. ആഹാ, എന്നാ ഞാനൊന്ന് കേക്കട്ടെ. ആ ആനക്കാര്യം. ഓനക്കാര്യല്ല, ചേനക്കാര്യം. ആ ചേനയാണെങ്കിൽ നമുക്ക് അവിയൽ വയ്ക്കാം. മനസ്സിലാ, നീ അപ്പച്ചമ്മനെ കളിയാക്കുന്നുണ്ടോ? എടി കാന്താരി, ഞാൻ നിന്നെ ഒന്ന് കുറുമ്പ് പിടിപ്പിച്ചതല്ലേ? എത്ര നാളായി നിന്റെ കുറുമ്പൊക്കെ ഒന്ന് കണ്ടിട്ട്. കുറുമ്പ് കാണാനാണ് ഞാൻ ചന്ദനൊക്കെ ഇട്ടേ. നാട്ടിൽ വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഒന്ന് കയറണമെന്ന് രവി പറഞ്ഞു. ഇവിടെ നടക്കുന്നൊന്നും നിങ്ങളാരും വിളിച്ചറിയിക്കുന്നില്ലെങ്കിലും എല്ലാ വിവരവും കൃത്യമായി അവിടെ ബാംഗ്ലൂരിൽ അറിയുന്നുണ്ട്. പണം മിസ്സായ സംഭവം അറിഞ്ഞു. വെറുതെ വിളിച്ചു പറഞ്ഞ് രവിയേട്ടനെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. അല്ലെങ്കിലും അറിയിച്ചിട്ട് രവിയേട്ടൻ അവിടെ നിന്നൊന്നും ചെയ്യാനാവില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യാനാവില്ല? നഷ്ടപ്പെട്ട പണം കണ്ടെത്തി തരാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പണം തന്ന് നിങ്ങൾ വിഷമത്തിൽ നിന്നും കരകയറ്റാനാവും. അന്നിവിടെ വന്നപ്പോൾ സിജനോടൊരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എന്ത് സഹായവും ചോദിക്കാൻ മടിക്കരുതെന്ന്. ചോദിച്ചോളാന്ന് സിജൻ പറയുകയും ചെയ്തതാ. എന്നിട്ടും ചോദിച്ചില്ല. എന്നെ വിട്, പക്ഷേ രവിയോട് ചോദിക്കാലോ. ആ, ബാലിനും അപ്പച്ചമ്മയ്ക്കില്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേ. പണം നഷ്ടപ്പെട്ടതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആ പണം തിരികെ കിട്ടുമെന്ന് തന്നെയാ പ്രതീക്ഷ. കിട്ടിക്കോട്ടെ, എന്നാലും ഒരു അത്യാവശ്യം വന്നപ്പോ ചോദിക്കുന്നതിന് എന്താ തെറ്റ്? ദാ, ഈ ചെക്ക് രവി തന്നതാ ഇവിടെ തരാൻ. അന്വേഷണം അതിന്റെ വഴിക്ക് നടക്കട്ടെ. അതിന് സമാന്തരമായി നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. കുട്ടിമണിയുടെ ഏറ്റവും വലിയ മോഹമായിരുന്നില്ലേ പച്ചക്കറിക്കട? ആ അതെ അതെ, ഞാനിവിടെ പച്ചക്കറിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ടേ. അതിലുണ്ടാവുന്ന പച്ചക്കറിയൊക്കെ കടയിലേക്ക് കൊണ്ടുപോകും. മിടുക്കി. കുട്ടിമണിയുടെ ഈ ആവേശം കിടരുത്. ഇതാ രവി അനിയത്തിക്ക് തരുന്നതാ ഇത്. ഇതെന്താ? ഇത് പൈസ അല്ലല്ലോ. ഇതാണ് ചെക്ക്. ഇത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ അവിടുന്ന് പൈസ കിട്ടും. നിങ്ങളുടെ പച്ചക്കറി കട ഗംഭീരമായിട്ട് നടക്കണം. അതിന്റെ എല്ലാ സപ്പോർട്ടും രവിയുടെയും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഞാൻ നാട്ടിലേക്ക് വരുന്നത് എന്തിനാണെന്നറിയാലോ? മോൾ എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോ ഒരുതരം വീർപ്പുമുട്ടല. എന്നാൽ ഇവിടെ വരുമ്പോ മനസ്സിനൊരു സുഖം കിട്ടും. എന്റെ സ്നേഹവും സാമീപ്യവും കൊണ്ട് മോള് സാധാരണ നിലയിൽ എത്തുമെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതിയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാടി പിടിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. ആ, അതിന്റെ ഗുണമുണ്ടായ മതിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. മനസ്സങ്ങനെ എന്നെ നിയന്ത്രിച്ചത്. അപ്പോ ഞാൻ വരട്ടെ. ആ, പിന്നെ എല്ലാവരോടും കൂടി വീണ്ടും പറയുക, എന്തുണ്ടെങ്കിലും അറിയിക്കണം. വരട്ടെ. തമ്പി സാറേ. എന്താ പച്ചമ്മേ? അത്ര വലിയ ലോകപരിചയമൊന്നും ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് പെട്ടെന്ന് പലതും മനസ്സിലായില്ലെന്ന് വരും. തമ്പി സാറിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനാവും. നല്ല മനുഷ്യനാണ്. അതുകൊണ്ടാണല്ലോ രവിയെ സ്വന്തം മകന്റെ സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നതും ഞങ്ങളോട് ഈ സ്നേഹവും അലിവും ഒക്കെ കാണിക്കുന്നതും. അല്ല അപ്പച്ചമ്മ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, രവിയുടെ കാര്യം തന്നെയാ. രവിയാണ് എല്ലാം നോക്കി നടത്തുന്നതെന്നും രവി ഇല്ലാതെ ബാംഗ്ലൂരിൽ നിന്നും നടക്കില്ലെന്ന് പറഞ്ഞതും തമ്പി സാറിന്റെ മഹാമനസ്കത. രവി അങ്ങനെ ആക്കിയെടുത്തതും തമ്പി സാർ തന്നെയാണല്ലോ. അങ്ങനെ പറയാനൊക്കില്ല. രവിയുടെ കഴിവ് കൊണ്ട് തന്നെ അവൻ ഉയർന്നു വന്നത്. സാധ്യതകൾ ഉണ്ടായിട്ട് കാര്യമില്ല, അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതാ കഴിവ്. നമ്മൾ ഒരാൾ വിചാരിച്ച ഒരാളെയും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനവർക്ക് മിടുക്കും പ്രാപ്തി ഉണ്ടാവണം. സ്വന്തമായി കഴിവ് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് രവി വിജയിച്ചു വന്നത്. അതിനെ ഞാനൊരു നിമിത്തം മാത്രം.
തമ്പിസാറിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പറയുക. രവിയുടെ മേൽ എല്ലാ അവകാശവാദങ്ങളും ഉന്നയിക്കും. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. മതികല ഇവിടെ ഞങ്ങളുടെ മരുമോളായിട്ട് വന്നു. പിന്നെ സംഭവിച്ചതൊക്കെ അറിയാവുന്നതാണല്ലോ. ഇപ്പം രണ്ടാളും രണ്ട് ലോകങ്ങളിലായിട്ടാണ് കഴിയുന്നത്. അച്ഛനെ തള്ളിപ്പറഞ്ഞ് നടന്നിരുന്ന മതികല അച്ഛൻ്റെ അടുത്ത് തന്നെ വന്നു ചേർന്നു. രവിയും തമ്പിസാറിൻ്റെ കൂടെ തന്നെയാണ്. അവന് ഞങ്ങളെക്കാൾ കൂടുതൽ ചായവും കൂറും തമ്പിസാറിനോടാണ്. എന്ത് പറഞ്ഞാലും അനുസരിക്കും. തമ്പിസാറിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയാണ് രവി ചോറൂണിന് പോലും വരാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏയ്, ഞാനായിട്ട് അങ്ങനെ ഒരു ഉപാധി രവിയോട് വെച്ചിട്ടില്ല. മാത്രമല്ല, ചോറുകൊണ്ട് പങ്കെടുക്കാൻ മാക്സിമം ശ്രമിക്കണമെന്ന് രവിയോട് പറഞ്ഞ ആളാ ഞാൻ. അങ്ങനെ പറഞ്ഞാലും രവി ഒന്നും മടിക്കും. അവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. തമ്പിസാർ ഇപ്പോൾ മോക്ക് സ്നേഹം വാരിക്കോരി കൊടുക്കുന്നതും മോളുടെ അസുഖം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. ഒരച്ഛൻ്റെ കടമ തന്നെയാണത്. അത് ഞങ്ങൾക്കൊരു വേദനയായി തീരുമോ? തമ്പിസാറിൻ്റെ ഈ സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾക്ക് വേണം. പക്ഷേ മതികല ഇവിടെ എന്തു പറഞ്ഞാലും രവി അനുസരിക്കും. അത് തമ്പിസാറിനും അറിയാം. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. എനിക്കത്രേ പറയാനുള്ളൂ. മനസ്സിലായി. അങ്ങനെ മുഴച്ചു നിൽക്കുന്ന ഒന്നാണ് ഞാനും എൻ്റെ ഭാര്യയും. അതാരുടെ ജീവിതത്തിലും ഉണ്ടാകരുതേ എന്ന എൻ്റെ പ്രാർത്ഥന. നിർഭാഗ്യവശാൽ എൻ്റെ മകളുടെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു. അതിൽ 100% കാരണക്കാരി എൻ്റെ മകൾ തന്നെയാണ്. മകളായതുകൊണ്ട് തെറ്റ് ചെയ്താൽ അത് തെറ്റല്ലാതാവില്ലല്ലോ. പിന്നെ രവിയെ ഞാൻ എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും കൊടുത്ത് ബാംഗ്ലൂരിൽ നിർത്തിയിരിക്കുന്നത് ഞാൻ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളാ രവി. ഒരാളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തില്ല ഞാൻ. അത് ഒരുതരം അടിച്ചേൽപ്പിക്കല. മതികലയുമായുള്ള ബന്ധം മനസ്സുകൊണ്ട് അറുത്തെറിഞ്ഞപ്പോഴും രവി അംഗീകരിച്ച ആളാ ഞാൻ. അവിടെ എന്റെ ശരിയാണ് ഞാൻ ചെയ്തത്. അതിലൊരു സ്വാർത്ഥതയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ ശരിക്കൊരു അച്ഛനായിക്കൊണ്ടിരിക്കുക. എന്നെ സ്നേഹിക്കുന്ന മകളെ ഞാനും സ്നേഹിക്കുന്നു. മകളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എന്തായാലും അത് സാധിച്ചു കൊടുക്കേണ്ടത് ഒരു അച്ഛന്റെ കടമയാണ്. അവിടെ ഞാൻ അല്പം സ്വാർത്ഥനായി പോയ എന്നെ കുറ്റപ്പെടുത്തരുത്. സിജൻ എന്താ ഒരു ഉഷാറില്ലാതെ? ഞാൻ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വഴിത്തിരിവുകളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞതെല്ലാം മറക്കണമെന്ന് ആഗ്രഹിച്ചാലും ചിലതൊക്കെ മനസ്സിലങ്ങനെ ഇടിച്ചു കയറി വരും. ജീവിതം തന്നെ വെറുത്തു പോകുന്ന സംഭവങ്ങളൊക്കെയാ ഓരോരോ ഘട്ടങ്ങളിലായി അരങ്ങേറിയത്. നിരാശയുടെ പടുകുഴി നിൽക്കുമ്പോൾ മനസ്സ് പറയും എല്ലാം ശരിയാവുമെന്ന്. അങ്ങനെ വീണ്ടും ജീവിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തും. അപ്പോഴായിരിക്കും അടുത്ത പ്രശ്നം പൊട്ടി വീഴുക. പ്രശ്നങ്ങളുണ്ടാവും സിജ ജീവിതത്തിൽ. അതിൻ്റെ മുമ്പിൽ നിരാശപ്പെട്ട് മനമെടുത്ത് നിൽക്കുകയല്ല വേണ്ടത്, അതിജീവിക്കണം. നമ്മുടെ ഈ കയ്യിൽ 5 വിരലും 5 രീതിയിലല്ലേ? അതിൻ്റെ ഉപയോഗങ്ങളും വേറെ വേറെയാ. അതുപോലെയാ ആൾക്കാരും. ഒരു വീട്ടിലുള്ളവരാണെങ്കിലും 5 തരം സ്വഭാവക്കാരാവുന്നത് സ്വാഭാവികം. ഓരോരുത്തരുടെ സ്വഭാവ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി യോജിച്ച് പോകാൻ കഴിയണം, നമ്മുടെ ഈ കൈ ചെയ്യുന്നത് പോലെ. സിജ, ഈ മനമെടുപ്പൊക്കെ മാറ്റി കട തുടങ്ങുന്ന കാര്യത്തിൽ സജീവമാകാൻ നോക്ക്. രവി തന്ന പൈസ ഉണ്ടല്ലോ ഇവിടെ. മുൻപ് തീരുമാനിച്ച പോലെ തന്നെ നടക്കട്ടെ എല്ലാം. നമ്മുടെ പൈസ നഷ്ടപ്പെട്ടതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിലൊരു തീരുമാനമാകട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ. അത് അന്വേഷിക്കുന്നത് പോലീസല്ലേ, അവരത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അതിന് സിജൻ എന്തിനിങ്ങനെ നോക്കിയിരിക്കണം? പിച്ചളയും കൂട്ടി സിജൻ പൊള്ളാച്ചിക്ക് പോകാൻ നോക്ക്.
ഹലോ, അതെ. അയ്യോ, അതെന്താ സാർ അങ്ങനെ? ആ ശരി. എന്താ സിജ? നമ്മുടെ കേസ് അന്വേഷിക്കുന്ന CA വിളിച്ചത്. പണം പോയതിൽ പിച്ചളയെ തന്നെയാണ് സംശയിക്കുന്നതെന്ന്. അതിൻ്റെ കാരണമൊന്നും പറഞ്ഞില്ല. ഞാനും അങ്ങോട്ട് ചെല്ലണമെന്ന്. പിച്ചളയെ സംശയിക്കാൻ തക്ക ഒരു തെളിവുമില്ല. പിന്നെന്തിനാ ഇവർ പിച്ചളയുടെ പിന്നാലെ തന്നെ പോകുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പിച്ചള അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുവാ. മനസ്സിലായി ബായ്. ബാലേട്ട, ആ CA എന്നെ വിളിച്ചിട്ട് പറയുക എന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത് ആ സ്ഥലത്തേക്ക് ചെല്ലണമെന്ന്. എന്നെയും വിളിച്ചു പറഞ്ഞു പിച്ചളെ. അവസാനം എന്നെ പിടിച്ച് കള്ളനാക്കുവോ ഭായ്? ഏയ്, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട പിച്ചളെ. ആ ഉറപ്പ് എനിക്ക് 100% ഉണ്ട് ബാലേട്ട. പോലീസല്ലേ, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കണ കാലാണിത്. അതാ എന്റെ പേടി. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട. കാരണം ആരുടെയെങ്കിലും തലയിൽ കുറ്റം കെട്ടിവെച്ച് കേസ് അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. പിച്ചള ധൈര്യമായിട്ട് ചെല്ല്. ബായ് ഒന്ന് വന്നു. വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ബായ്. എന്ത് പ്രശ്നം? നമ്മളിപ്പോ പോകുന്നത് എന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത സ്ഥലത്തേക്കാ. അത് ശിവാനിയുടെ വീടിന്റെ അടുത്താ. ശിവാനിയെ കണ്ടു വരുന്ന വഴിക്കാ എല്ലാ സംഭവവും നടന്നത്. അവിടെ ചെന്ന ആ ഭാഗത്തേക്ക് എന്തിനാ പോയെന്നൊരു ചോദ്യം ഉണ്ടായ എല്ലാം പറയേണ്ടി വരില്ലേ ബായ്? പോലീസാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനല്ലേ. വരുന്നിടത്ത് വെച്ച് കാണാം. പിച്ചള വാ. ഇതെന്നാ ചന്നിനായകം കുടിച്ചിറക്കിയ പോലെ ഒരു ഇരിപ്പും ഭാവവും. വയലോരം വീട്ടിലെ അപ്പച്ചി അമ്മ ഇങ്ങനെയല്ലല്ലോ. വിഷമങ്ങളൊക്കെ ഉള്ളിൽ തന്നെ കടിച്ചമർത്തി സന്തോഷം കാണിച്ചും ഒച്ചയിട്ട് നടക്കാനും തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോ എന്ത് പറ്റി? ഒന്നുമില്ലെങ്കിൽ 4 വഴക്ക് പറഞ്ഞ് എന്റെ മേലെ ചാടിക്കയറ്. ഞാൻ നമ്മുടെ രവിയുടെ കാര്യമാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രവി അവിടെ ബാംഗ്ലൂരിൽ അസുഖം വാഴല്ലേ. അവനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ എന്തിരിക്കുന്നു? എല്ലാം പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുമെന്നില്ല. വരികൾക്കിടയിലൂടെ വായിച്ചാലും മനസ്സിലാവും. അങ്ങനെ മനസ്സിലാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. നീ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാതെ കാര്യം പറ സുഭദ്രേ. നിന്നെ പോലെ വരികൾക്കിടയിലൂടെ വായിക്കാനുള്ള കഴിവ് എനിക്കില്ലാന്ന് കൂട്ടിക്കോ. മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പി ഇവിടെ വന്നതും പോയതും ഒക്കെ അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. തമ്പി ആള് നല്ലൊരു മനുഷ്യനാ. ആ മനുഷ്യത്വത്തിന്റെ തണലിലാണല്ലോ രവി ഇപ്പൊ നിൽക്കുന്നത്. അത് തന്നെയാണ് ആദ്യം. നിന്നോട് പറഞ്ഞു ഞാൻ വളച്ചു കെട്ടാതെ കാര്യം പറയണമെന്ന്. കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂവിന്റെയും ചോറൂണിന് വരാൻ പറ്റാത്തതിന് രവിയുടെ പേരിൽ കുഞ്ഞുങ്ങൾക്ക് മോതിരവുമായി ഒരിക്കൽ വന്നു. മനസ്സിജന് കട തുടങ്ങാനുള്ള പണവുമായി ഇപ്പൊ വീണ്ടും. എല്ലാം രവിയുടെ വകയാണെന്ന് പറഞ്ഞാണ് തരുന്നതെങ്കിലും അതിലൊരു സ്വാർത്ഥതയുണ്ടോന്നൊരു സംശയം. എന്ത് സ്വാർത്ഥത? രവിക്ക് തിരക്കായതുകൊണ്ടല്ലേ അദ്ദേഹം വരുന്നത്. അത് സ്വാർത്ഥതയല്ല, മഹാമനസ്കത. രവിയെ പറഞ്ഞയക്കാതെ അദ്ദേഹം തന്നെ നേരിട്ട് വന്നതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും രവിയെ വേണം. അത് തന്നെ കാര്യം. അതെ, അവർക്ക് രവിയെ വേണം. അതിനു വേണ്ടിയാണോ ഈ സഹായങ്ങളൊക്കെ എന്ന് തോന്നിപ്പോവുകയാണ്. അച്ഛനും മോളും ഇപ്പൊ ചേർച്ചയിലും രസത്തിലുമാണല്ലോ. അമ്പിളിമാമനെ വേണോന്ന് മോള് പറഞ്ഞാലും തമ്പിസാറ് പിടിച്ചു കൊടുക്കും അത്രേ. നാളെ ഒരു പക്ഷേ മോള് രവിയെ വേണോന്നെങ്ങാനും പറഞ്ഞാലോ? മതികല ഇനി സാധാരണ നിലയിലേക്ക് വന്നാലും ആ മനസ്സിന് യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പഴയതിനേക്കാൾ മോശമാകാനേ വഴിയുള്ളൂ. എന്നാലും അദ്ദേഹത്തിന് സ്വന്തം മോളാണല്ലോ. നശിച്ചുപോയ മോളെ തിരിച്ചു കിട്ടുമെന്നുള്ള വലിയ ആശയിലാണ് അദ്ദേഹം. നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവും. ഒരച്ഛൻ എന്ന നിലയിൽ തമ്പിക്ക് മതികലയെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ആവും. നമുക്കോ? നിന്റെ ഉള്ളിൽ തോന്നിയ സംശയം ഇപ്പൊ എനിക്കുണ്ട്. തമ്പി കാണിക്കുന്ന ഈ അമിതോത്സാഹം വേറെ പലതും മനസ്സിൽ വെച്ചുകൊണ്ടാണോന്ന്. തമ്പി പറയുന്നത് തള്ളിക്കളയാൻ പറ്റൂ രവിക്ക്? അത് തന്നെയാണ് പ്രശ്നവും. കുഞ്ഞുമണിയുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി തന്നത് മുതൽ ആ മനുഷ്യനോട് നമുക്കുള്ള മതിപ്പ് കൂടി.
സ്വത്തുക്കളുടെ പ്രമാണം തിരികെ വാങ്ങിച്ചു വെച്ചെങ്കിലും അത് അപ്പടി വച്ചിരിക്കുന്നെന്നല്ലേ പറഞ്ഞത്? സിജനോട് തമ്പി അങ്ങനെയാ പറഞ്ഞത്. മോൾക്ക് മനമാറ്റം വന്നാ നാളെ എന്താവൂന്ന് പറയാനും പറ്റില്ല. എന്തായാലും സ്വത്തുക്കളൊന്നും മോക്ക് നൽകില്ല, പകരം രവിക്ക് നൽകാമെന്ന് പറയും. മാനസാന്തരം വന്ന മോളെ ഏറ്റെടുക്കണമെന്ന് മനസ്സിൽ തട്ടി തമ്പി പറഞ്ഞാൽ രവിക്ക് തള്ളിക്കളയാനാവില്ല. ആജ്ഞയാണെങ്കിൽ തള്ളിക്കളയാം. തമ്പി ആജ്ഞാപിക്കില്ല, അപേക്ഷിക്കുകയേ ഉള്ളൂ. അവിടെയാണ് എൻ്റെ കുട്ടി തളർന്നു പോവുക. തമ്പിയിൽ നിന്ന് കൈപ്പറ്റുന്ന ഈ സഹായങ്ങളൊക്കെ ഒടുവിലൊരു ബാധ്യതയായി തീരുവോ സുഭദ്ര? ഈ വയലോരം വീട്ടിൽ ആദ്യമുണ്ടായ പുഴുക്കുത്താ മതികല, അത് മാറി എന്ന ആശ്വാസം തരുന്ന സുഖം ചെറുതൊന്നുമല്ല. നമുക്കിടയിലുണ്ടാവുന്ന കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങൾ പോലെയല്ലല്ലോ മതികല ഉണ്ടാക്കിയതും ഉണ്ടാക്കുന്നതുമായ പ്രശ്നങ്ങൾ. ആ ഒരു മാറാപ്പ് ഇനിയും വലിച്ചു തോള് കയറ്റണ്ടെന്നാ എൻ്റെ അഭിപ്രായം. രവിയും ഒട്ടും തൃപ്തനല്ല. തമ്പി കഴിഞ്ഞ ദിവസം രവിയെ വിളിച്ച് മനസ്സിലെ വിഷമം കുറേ പറഞ്ഞത്രേ. കുഞ്ഞുങ്ങളുടെ ചോറൂണ് ദിവസം എത്താനാവില്ലെന്ന് രവി വിളിച്ചു പറഞ്ഞപ്പോ കലി കയറി ഞാൻ ഏതാണ്ടൊക്കെ രവിയോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു വിഷമത്തിലാവും രവി മോതിരവും കൊടുത്ത് തമ്പി അയച്ചതെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഇപ്പോ ഈ പൈസയും കൊണ്ട് തമ്പി തന്നെ വന്നപ്പോൾ ഉറപ്പായി തമ്പി പലതും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ടെന്ന്. അച്ഛൻ എന്ന നിലയിൽ തമ്പിക്ക് ഒരു രീതിയിലുള്ള കണക്കുകൂട്ടൽ നമുക്കുണ്ടാവും. നമ്മുടെ കുട്ടി എന്ന നിലയിൽ രവിയെക്കുറിച്ചൊരു കണക്കുകൂട്ടൽ. രണ്ടും കൂടെ കൂട്ടിമുട്ടി ഒരു പൊട്ടിത്തെറി ആവാനാ മതിയായിരുന്നു. നമുക്ക് കണക്ക് കൂട്ടാനല്ലേ പറ്റൂ. അത് ശരിയാക്കി തരേണ്ടത് ഈശ്വരന്മാരല്ലേ. എല്ലാം അവിടെ സമർപ്പിക്കാം. ഇവിടെ വെച്ചല്ലേ പിച്ചളുടെ കയ്യിൽ നിന്ന് സംഘം പണം തട്ടിയെടുത്തത്? അതെ സാർ. പിച്ചള ആദ്യം പറഞ്ഞത് 2 ലക്ഷം രൂപയുമായി പൊള്ളാച്ചിക്ക് പോകാൻ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയെന്നാണ്. നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയെങ്കിൽ എന്തിന് ഇതുവഴി വന്നു? തൂങ്ങാൻ പാറ വഴി പോയിരുന്നോ എന്ന് ഞാൻ എടുത്തു ചോദിച്ചപ്പോഴും പിച്ചള പറഞ്ഞത് ഇല്ല എന്ന് തന്നെയാണ്. CI അയ്യപ്പൻകുട്ടി സാറ് മാത്രമല്ല, ഞാനും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചുണക്കുട്ടികളുടെ ഒരാളാണ്. ഞാനിതാ പ്രതിയുടെ തൊട്ടടുത്തെത്തി കഴിഞ്ഞു. സാറേ, സാർ എന്തൊക്കെയായി പറയുന്നേ? കുറ്റം പിച്ചളയുടെ തലയെ കെട്ടിവെച്ച് പിച്ചളെ പ്രതിയാക്കാനുള്ള പുറപ്പാടാണോ? അങ്ങനെ ചുമ്മാ പിച്ചളെ പ്രതിയാക്കുന്നൊന്നുമല്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാ പിച്ചളെ വിളിച്ചു വരുത്തിയത്. നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പിച്ചള പോയതെങ്കിൽ ഈ ഭാഗത്തേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നു. ഈ ഭാഗത്ത് വന്നിട്ടും പിച്ചള അത് നിഷേധിച്ചു, മറച്ചുവെച്ചു, അസത്യം തന്നെ ആവർത്തിച്ചു. എന്തോ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായ പിച്ചള ഇതുവഴി വന്നത്. അല്ല സാറേ, എന്നോട് പറഞ്ഞിട്ട് തന്നെയാ പിച്ചള ഇതുവഴി വന്നത്. ബായ്, പിച്ചള കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഈ ഭാഗത്താ താമസിക്കുന്നത്. ആ കുട്ടിയെ കണ്ട് യാത്ര പറയാനാ പിച്ചള ഇങ്ങോട്ട് വന്നത്. അതെ സാർ. പൊള്ളാച്ചിയിൽ പോയിട്ട് വരുമ്പം എന്തെങ്കിലും വാങ്ങണോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. പിന്നെ 2 ദിവസം കാണാൻ ഒത്തില്ലല്ലോ, ഒന്ന് കാണാനും. ഇതെന്തുകൊണ്ട് ആദ്യം പറഞ്ഞില്ല? സാറേ, അതായത് ഇതൊരു രഹസ്യമാണ്. ഒരിക്കൽ ആ കുട്ടി ഇറങ്ങി വന്നതാണ്. സ്വന്തമായിട്ടൊരു തൊഴിൽ നേടിയിട്ട് കെട്ടിക്കോളാന്ന് പറഞ്ഞ് തിരിച്ചയച്ചായിരുന്നു. വീട്ടുകാർക്ക് ഇതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അതെ, ബായി അറിയാത്തതായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല സാർ. ഈ പച്ചക്കറി കച്ചവടം നടപ്പിലായ അത് എനിക്ക് കൂടി ഗുണം ചെയ്യുള്ളൂ. ഒരു തൊഴിലായ അപ്പ കല്യാണം. അങ്ങനെയുള്ള ഞാൻ എന്തിനാ സാറേ പണം തട്ടിയെടുക്കാൻ നാടകം കളിക്കുന്നത്? മറ്റുള്ളവരുടെ ജീവിതവും സന്തോഷവും കെടുത്തിയിട്ട് പിച്ചളയ്ക്ക് ഒന്നും നേടണ്ട. പിച്ചള കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലേ? അതെ, പിച്ചളയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ. എന്നിട്ടാണോ നേരത്തെ ചോദിച്ചപ്പോ തൂങ്ങാൻ മറുപടി പോയിട്ടില്ല എന്ന് പറഞ്ഞത്? സാറേ, അതിന്റെ കാരണം വ്യക്തമാക്കിയില്ലേ സാറേ? ഒരു കഥയുണ്ടാക്കി പറഞ്ഞ അത് അപ്പടി വിശ്വസിക്കണമെന്നാണോ? കഥയല്ല സാറേ, സത്യമാണ്. ഒരു പെണ്ണിനെ വീട്ടുകാരെ വെല്ലുവിളിച്ച് ഇറക്കിക്കൊണ്ടുവന്ന് കല്യാണം കഴിക്കാനാ പിച്ചളയുടെ പ്ലാൻ. പിച്ചളയ്ക്കാണെങ്കിൽ കൃത്യമായ തൊഴിലില്ല, വരുമാനവും ഇല്ല. ആകെയുള്ളത് ആദർശം മാത്രം. ആദർശം കൊണ്ട് കല്യാണം നടത്താനും
പെണ്ണിനെ പോറ്റാനും കഴിയൂ? സാറിന്റെ ചോദ്യത്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. കല്യാണ ചെലവിനുള്ള പണത്തിന് വേണ്ടി പിച്ചള തന്നെ അത് തട്ടിയെടുത്തു അല്ലേ? സാറിന് അറിയാഞ്ഞിട്ടാ പിച്ചളയുടെ കല്യാണത്തിന് നയാ പൈസ പിച്ചള ചെലവാക്കണ്ട, അതെല്ലാം ഞങ്ങൾ വയലോരം വീട്ടുകാർ ചെയ്തോളൂ. പിച്ചള ഒന്ന് നിന്ന് തന്നാൽ മതി. എന്നിട്ടും പിച്ചളയെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു ബാധ്യതയാകാതിരിക്കാൻ വേണ്ടി. സാറേ, ഇനിയും പിച്ചളയുടെ മേൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഈ കേസ് ഞങ്ങൾ പിൻവലിക്കും, പരാതി വേണ്ടെന്ന് വയ്ക്കും. ഈ നിൽക്കുന്ന പിച്ചളയേക്കാളും വലുതൊന്നുമല്ല എനിക്ക് 2 ലക്ഷം രൂപ. സാറേ, ഇപ്പൊ ഈ നാവെന്ന് വീണ വാക്കുണ്ടല്ലോ, അതിനപ്പുറം ഒരു സത്യമില്ല. അത് മനസ്സിലാക്കാതെ ഒരു പ്രതിയെ മതിയെങ്കില് എന്നെ കൊണ്ടുപോയിക്കോ. സാറേ, ഞങ്ങൾക്ക് ഇപ്പോഴും സംശയം ആ വിനായകനെ തന്നെയാണ്. അത് തെളിയിക്കാനോ കണ്ടെത്താനോ സാധിക്കുന്നില്ലെങ്കിൽ വിട്ടേക്ക്, ഞങ്ങൾക്കൊരു പരാതിയില്ല. പിച്ചള കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട് എവിടെന്നാ പറഞ്ഞു? അത് ഇവിടുന്ന് നേരെ പോണം. ഒരു 10 മിനിറ്റ് നടന്നാൽ മതി. സാറിന് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവേണ്ടി വരും. ഇപ്പൊ വേണ്ട, കാണാം നമുക്ക്. പിച്ചളെ, ശിവാനിയുടെ വീട്ടിൽ പോകുന്ന പിച്ചള എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? അതൊന്ന് എറിഞ്ഞു നോക്കിയതാ ബായി. ആ ഏറ് കൃത്യമായി കൊണ്ടു. ഇപ്പൊ പോണ്ടാന്ന് സാറ് പറഞ്ഞില്ലേ? കല്യാണം കഴിക്കാൻ പോണ പെണ്ണിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചപ്പോ തപ്പിക്കളിച്ച് ബബ്ബാന്നായിരുന്നെങ്കിൽ സാറിന് ഡൗട്ട് ആയാണ്. കഷ്ടകാലത്തിനെങ്ങാനും പെണ്ണിന്റെ വീട് വരെ ഒന്ന് പോകാമെന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ? പോലീസിനെ കാണുമ്പോൾ ശിവാനി തകരുമായിരുന്നു, ബഹളമാവും, അതോടെ സകല കളിയും പൊളിയും. ഷൂ, എന്റെ നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ല പിച്ചളെ. മറ്റുള്ളവർക്ക് അത്ര കണ്ട് ദഹിക്കില്ലെങ്കിലും നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് ബായ്. ആ ശരികളാ നമ്മുടെ ബലം. ബായ് വാ. ബായ്. എന്തായി മനസ്സിജൻ? ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ കഴിഞ്ഞോ? എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എവിടെ കിട്ടാനല്ലേ? അന്വേഷണം നേരായ ദിശയിൽ തന്നെ നടക്കുന്നത്. തൊണ്ടി സഹിതം പ്രതിയെ പോക്കാൻ പോലീസിന് നന്നായിട്ട് അറിയാം. നഷ്ടപ്പെട്ടത് സത്യമുള്ള പണ. ആ പണം കൈവശപ്പെടുത്തിയവൻ ആരായാലും അതവന് ഉപകരിക്കാൻ പോണില്ല. വാർഡ് മെമ്പറെ വരെ ചോദ്യം ചെയ്ത സ്ഥിതിക്ക് നാളെ ഈ പഞ്ചായത്തിലുള്ള സകലരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുമായിരിക്കും അല്ലേ മനസ്സിജ? പണം നഷ്ടപ്പെട്ടവനെ അതിന്റെ വേദന അറിയും. ബാങ്കിലും വേണ്ടപ്പെട്ട ഓഫീസുകളിലും 100 തവണ കേറി ഇറങ്ങി കഷ്ടപ്പെട്ടെടുത്ത കാശ മുച്ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും കളയാൻ വേണ്ടിയിട്ടല്ല എന്റെ ഈ ബായ കാശ് തന്നത്. ഈ സമൂഹത്തിന് മുന്നിൽ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരു പച്ചക്കറി കട നടത്തി അതിന്ന് കിട്ടുന്ന മിച്ചം കൊണ്ട് വീട് പുലർത്താൻ വേണ്ടിയിട്ടായിരുന്നു. എന്റെ ബായുടെ ജീവൻ വഴിമുട്ടിച്ചവൻ ആരായിരുന്നാലും അവൻ നിയമത്തിന് മുന്നിൽ വരണം. അവനെ കയ്യാമം വെച്ച് എനിക്ക് കാണണം ബായ്. എത്ര വർഷം നീണ്ടാലും പോലീസിന് ഈ കേസിൽ ഒരു തുമ്പുണ്ടാക്കാൻ കഴിയില്ല മനസ്സിജ. അതുകൊണ്ട് ഈ പോലീസിലുള്ള വിശ്വാസം നിങ്ങളങ്ങ് വിട്ടേക്ക്. അതെ, നിങ്ങളെ എനിക്ക് സഹായിക്കാൻ കഴിയും. വെറുതെ പറയല്ല, പ്രതിയെ നിങ്ങളുടെ മുന്നിൽ നിർത്തിത്തരാൻ ഞാൻ. പ്രതിയെ മാത്രമല്ല, നഷ്ടപ്പെട്ട കാശും. എന്തേ? നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ പോലീസിലുണ്ട് നല്ല മിടുക്കന്മാര്. ഇന്നല്ലെങ്കിൽ നാളെ അവര് പ്രതിയെ രംഗത്ത് കൊണ്ടുവരും. പിച്ചളെ, വിനായകന് അറിയാമെങ്കിൽ പറയും. എന്റെ പണം കൈവശപ്പെടുത്തിയത് ആരാണെന്ന് എനിക്കറിയണം. വേറെ ആരുമല്ല മനസ്സിജ, ഞാൻ തന്നെ. ഞാൻ ഏർപ്പാടാക്കിയ എന്റെ പിള്ളേരാണ് ഈ നിൽക്കുന്ന നിന്റെ ചങ്ങാതിയിൽ നിന്നും പണം തട്ടിയെടുത്തത്. ഇത്തരം തരംതാണ പല കളികളും വിനായകൻ മുൻപും കളിച്ചിട്ടുണ്ട്. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ദാ, നിനക്ക് നഷ്ടപ്പെട്ട പണം. ഇതിൽ ഒരു നോട്ട് പോലും ഞാൻ എടുത്തിട്ടില്ല. എനിക്കെന്തിനാ നിന്റെ പിച്ചക്കാശ്? ബായ്, വേഗം പോലീസിനെ വിളിക്കും.
തൊണ്ടി സഹിതം അവരിവിടെ വന്ന് പ്രതിനെ പിടിക്കട്ടെ ബായ്. കടിച്ചതും പോരാഞ്ഞിട്ടുള്ള നായുടെ മുറുമുറുപ്പ് കണ്ട് നിൽക്കാൻ വയ്യ ബായ്. പോലീസിന് വിളിക്ക് ബായ്. വിളിക്ക് മനസ്സിജ, പോലീസ് വരട്ടെ. നിനക്ക് വൈകി പറ, ഞാൻ വിളിക്കാം. ആ നമ്പർ തന്നേക്ക്. നീ എന്താ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കണോ? ബായ്, ഇവനോട് എന്തിനാ നമ്മൾ ക്ഷമ കാണിക്കുന്നത്? ബായ് വേഗം പോലീസിനെ വിളിക്ക്. മറ്റുള്ളവരുടെ ജീവിതം വെച്ച് പന്താടുന്നവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. അർഹമായ ശിക്ഷ തന്നെ ഇവന് കിട്ടണം. ചങ്ങാതിയുടെ ആവേശം കണ്ടുകൊണ്ട് നീ പോലീസിനെ വിളിച്ച ഊരാക്കുടുക്കിലാകാൻ പോകുന്നത് നീ തന്നെയായിരിക്കും മനസ്സിജ. തട്ടിയെടുത്ത പണവും കിട്ടി, ആളെയും കിട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ പോലീസിനെ വിളിക്കേ. ഇല്ല, വിളിക്കാൻ കഴിയില്ല മനസ്സിന്. പോലീസ് വന്നാലേ എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞ് ഞാൻ ക്ലീനായിട്ടങ്ങ് ഊരും. അപ്പം ഞാൻ ആരാണെന്നും എന്റെ വരവിന് പിന്നിലെ ലക്ഷ്യമെന്താണെന്നും മനസ്സിന് വെളിപ്പെടുത്തേണ്ടി വരും. നഷ്ടപ്പെട്ട പണം കിട്ടിയെന്ന് വീട്ടിൽ പറഞ്ഞാൽ അവിടെയും മനസ്സിന് ചോദ്യങ്ങളെ നേരിടേണ്ടി വരും. ഞാൻ ആരാണെന്ന് മാത്രമല്ല, വേറെ പലതും അതോടെ തകരും മനസ്സിജ. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്റെ കളിയുടെ ഒരു റൂട്ട്. നിന്റെ പണം തട്ടിപ്പറിക്കാനല്ല ഞാൻ ഇത്ര ദൂരം താണ്ടി ഇവിടേക്ക് വന്നത്. നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ശിവാനിയെ കണ്ടെത്താൻ. അവളുടെ സഹോദരൻ ശിവ എവിടെയുണ്ടെന്നും അവൻ എന്താണ് സംഭവിച്ചതെന്നും നിനക്ക് മാത്രമല്ലേ അറിയൂ. നീ വേഗം പോലീസിനെ വിളിക്ക് മനസ്സിജ. അവര് വരട്ടെ. എനിക്ക് നേരെയാണോ അതോ നിനക്ക് നേരെയാണോ ചോദ്യങ്ങൾ ഉയരുന്നതെന്ന് അറിയാമല്ലോ. താൻ ആരെ കാര്യമായി പറയുന്നത്? ബായിയുടെ മേലെ തനി പീറ രാഷ്ട്രീയക്കാര് കളിക്കുന്ന പോലുള്ള ആസൂത്രിതമായ ആരോപണങ്ങൾ കെട്ടിവെക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, തന്റെ വലത്തെ കാലി ബുള്ളറ്റിന്റെ ഒന്നടങ്ങ് ബായ്. നാവിന് എല്ലില്ലാന്ന് കരുതി ഇങ്ങനെ എന്തും വിളിച്ചു പറയാൻ ഇറങ്ങി തിരിച്ചവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഏത് ശിവ, ഏത് ശിവാനി? ലോകത്ത് അങ്ങനെ പലരും കാണാതാവും. കാണാതായവരെ കണ്ടെത്തി തരാൻ എന്റെ ബായ് ഇവിടെ രഹസ്യാന്വേഷണ ഏജൻസി ഒന്നും നടത്തില്ലടാ. ആരാ ശിവാനിയും തനിക്കറിയോ? അവളുടെ സഹോദരൻ എനിക്ക് വരുത്തി വെച്ച നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി അവൻ എനിക്ക് പണയം വെച്ച പെണ്ണ്. അന്നു മുതൽ അവൾ എന്റെ പെണ്ണാ. അവൾ എന്റെ കൂടെ അല്ലാതെ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കാൻ പോകുന്നില്ല. മനസ്സിജ, നീ അവളെ എനിക്ക് വിട്ടു തന്നേക്ക്. നിന്റെ അടുത്തേക്കല്ലാതെ മറ്റൊരിടത്തേക്കും അവൾ വരില്ല. ഓഹോ, അപ്പൊ അവക്ക് വേണ്ടിയാണ് നീ ഇത്രയും വൃത്തിയുടെ നാടകം കളിച്ചതല്ലേ? എനിക്ക് അവളെ വേണം മനസ്സിജ. അവളെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങും. അതിന് നീ എതിര് നിന്നാൽ ഇനിയും നിനക്ക് പലതും നഷ്ടപ്പെട്ടെന്ന് വരും. വയലോരം വീട്ടിൽ നിനക്കുള്ള സ്ഥാനവും സമാധാനവും പലതും. അങ്ങനൊരു കൈവിട്ട കളിക്ക് ഇറങ്ങണോ മനസ്സിജ? വയലോരം വീട്ടിലുള്ളവരുടെ പല ചോദ്യങ്ങൾക്കും നിനക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ വരും. ശിവാനിയെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചാൽ നിനക്ക് നഷ്ടങ്ങളെ സംഭവിക്കൂ. അവളെ എനിക്ക് വിട്ടു തന്നേക്ക്. അവളെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം എനിക്കുണ്ടായിക്കോട്ടെ മനസ്സിജ. അതല്ലേ അതിന്റെ ശരി. അപ്പൊ വരട്ടെ. വിനായകൻ നിങ്ങളെ വന്ന് കണ്ടെന്നോ? എന്തിന്? അങ്ങനെ പേടിക്കാൻ വേണ്ടി ഒന്നും സംഭവിച്ചിട്ടില്ല. വിനായകൻ ഞങ്ങളെ കണ്ടു എന്നുള്ളത് നേരാ. അയാൾ ഞങ്ങളെ ഞെട്ടിക്കുകയും ചെയ്തു. സിജന, നേര് പറ. വിനായകനുമായി വഴക്കോ വാക്കേറ്റോ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല ശിവാനി. അവൻ ഒരു കരണത്ത് തല്ലിയ ബാക്കിയുള്ള 3 കരണങ്ങളും കൂടി ഞങ്ങൾ കാണിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ ഞാനും എന്റെ ബായി നിൽക്കുന്നത്. അല്ലേ ബായി? അതെ. സിജന, നേര് പറ. എന്നോടൊന്നും ഒളിക്കണ്ട. എന്താ ഉണ്ടായത്? ശിവാനി, അത് പിന്നെ പിച്ചളയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത 2 ലക്ഷം രൂപ അതിന്ന് വിനായകന്റെ കയ്യിൽ നിന്ന് നമുക്ക് തിരികെ കിട്ടി. മനസ്സിലായില്ല. ശിവാനി, മനസ്സിജമ്പായി പച്ചക്കറി കട തുടങ്ങാൻ വായ്പ എടുത്ത പണമാണല്ലോ
എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ആ കേസിന്റെ പേരിൽ പോലീസ് സകലരും ചോദ്യം ചെയ്തിട്ടും എന്തെങ്കിലും ഒരു തുമ്പ് അവർക്ക് കിട്ടിയോ? ഇല്ല. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായി ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു ചാടിയ വിനായകൻ ഒരു വില്ലൻ എന്ന നിലയിൽ ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. പിച്ചളയുടെ കയ്യിൽ നിന്ന് അന്ന് ആ പണം തട്ടിപ്പറിച്ചത് വേറെ ആരും അല്ലായിരുന്നു, അവൻ തന്നെയാ വിനായകൻ. ആ പണം അതേപടി അവനിപ്പോൾ തിരിച്ചു തരികയും ചെയ്തു. അതായത് തെറ്റ് ചെയ്ത ആള് മുതല് തിരിച്ചു തന്ന് കുറ്റസമ്മതം നടത്തിയതൊന്നും അല്ല കേട്ടോ. നല്ല ഒന്നാന്തരം ഭീഷണി. ശിവാനി അയാൾക്ക് തിരികെ കൊടുത്തില്ലെങ്കിൽ ബായുടെ കയ്യിൽ നിന്ന് ഈ പണം നഷ്ടപ്പെട്ട പോലെ നാളെ പലതും നഷ്ടപ്പെടുന്നു. ഞാൻ സിജണ്ണന്റെ കരുതലിലാണെന്ന് അയാൾ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു അല്ലേ സിജണ്ണ? ഏയ്, അയാൾക്കെങ്ങനെ ഉറപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ശിവാനി എൻ്റെ കരുതലിലുണ്ടോയെന്നറിയാനുള്ള അയാളുടെ തന്ത്രങ്ങളായതല്ല. മഷിനോട്ടം നടത്തിയ പോലും ശിവാനി ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം അയാൾക്ക് തെളിഞ്ഞു കിട്ടാൻ പോണില്ല. എന്തായാലും പണം തിരികെ കിട്ടിയല്ലോ, അത് എന്നെ മഹാഭാഗ്യം. നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടിയില്ലേ? ഇനി പച്ചക്കറിക്കട തുടങ്ങാനുള്ള നീക്കം നടത്താമല്ലോ അല്ലേ സിജന? പറ്റില്ല ശിവാനി. വിനായകൻ ഈ പണവുമായി പോലീസ് സ്റ്റേഷനിലേക്കാ പോയിരുന്നെങ്കിൽ, കുറ്റസമ്മതം നടത്തി പണം പോലീസിന്റെ മുമ്പിൽ വച്ചിരുന്നെങ്കിൽ നമുക്കിങ്ങനെ ഒരു മാനസിക സംഘർഷം വരില്ലായിരുന്നു. ഈ പണവുമായി നിങ്ങൾക്ക് രണ്ടാൾക്കും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറാമല്ലോ. എന്നിട്ട് സത്യം അവരോട് തുറന്നു പറയണം. വിനായകനെ അവര് തേടിപ്പിടിച്ച് അറസ്റ്റ് ചെയ്തോട്ടെ. ശിവാനി, വിനായകൻ വളരെ ബുദ്ധിപൂർവം കളിച്ചു തുടങ്ങിയിരിക്കുക. ഈ പണവുമായി എനിക്കോ എന്റെ ബായിക്കോ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ പണം കൊണ്ട് ബായി ആഗ്രഹിച്ച പച്ചക്കറി കട തുടങ്ങാനും പറ്റില്ല, വയലോരത്തേക്ക് ഈ പണം കൊണ്ടുപോകാനും പറ്റില്ല. അതെ, അതുതന്നെയാ ശിവാനി വിനായകനും ആഗ്രഹിച്ചിരിക്കുന്നത്. ഈ കേസിന്റെ പേരിൽ പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചാൽ അത് വിനായകന്റെ മുമ്പിലുള്ള നമ്മുടെ പരാജയമായിരിക്കും. വയലോരം വീട്ടിൽ എൻ്റെ കുട്ടുവിന് വേണ്ടി ഞാൻ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ജീവിതത്തിന്റെ വലിയ തകർച്ചയായിരിക്കും അത്. അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല ശിവാനി. പ്രശ്നങ്ങളൊന്നും തീർന്നില്ല. പോലീസുകാരുടെ എല്ലാ ചോദ്യങ്ങൾക്കും ബായിക്കും എനിക്ക് ഉത്തരം പറയേണ്ടി വരും. ശിവാനിയെ ഇവിടെ എങ്ങനെ രഹസ്യമായി പാർപ്പിച്ചിരിക്കുന്ന സത്യമടക്കം എല്ലാം വെളിപ്പെടുത്തേണ്ടി വരും. ശിവാനിയെ ആണല്ലോ വിനായകന് വേണ്ടത്. അതിനു വേണ്ടിയാ അയാൾ ഈ തരം താണ നാടകങ്ങളൊക്കെ കളിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് സിജന. എന്റെ ശിവണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ വിനായകൻ നമുക്കിങ്ങനെ ഒരു ഭീഷണിയാവില്ലായിരുന്നു. സിജന ശിവണ്ണനെ കണ്ടുപിടിക്കണം. എന്നിട്ട് വിനായകനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തുറന്നു പറയണം. ശിവാനി, നിങ്ങൾക്ക് രണ്ടാൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. എന്റെ ശിവാണനെ നിങ്ങളൊന്ന് മുന്നിൽ കൊണ്ട് നിർത്തി തന്നാൽ മാത്രം മതി. ശിവാനി, ഇപ്പൊ ശിവാനി എൻ്റെ തണലില്ല. വിനായകൻ എന്നല്ല ഒരാളെയും ഞാൻ ഭയപ്പെടുന്നില്ല. എനിക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അനിയത്തി കുട്ടിയും സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കുന്നത് എനിക്ക് കാണണം. എനിക്ക് നഷ്ടപ്പെട്ട അല്ലിയുടെ സ്ഥാനത്താ ശിവാനി. ഈ കണ്ണ് നനയാൻ ഞാൻ അനുവദിക്കില്ല. സിജണൻ തന്ന വാക്കിൽ എനിക്ക് ഉറപ്പുണ്ട്. ഈ തണലിൽ ഏത് നടുക്കടലിലായാലും ഈ അനിയത്തിക്കുട്ടി സുരക്ഷിതയായിരിക്കും. എന്നാലേ എൻ്റെ അനിയത്തിക്കുട്ടി പോയി ഞങ്ങൾക്ക് നല്ലൊരു ചായ ഇട്ടുണ്ടോന്നേ. ബായി, ഈ കാശിന്റെ കാര്യത്തില് നമ്മൾ എന്ത് തീരുമാനം എടുക്കാൻ പോണത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാ പിച്ചളെ ഇപ്പം മുമ്പിലുള്ളത്. ജീവിക്കണമെന്ന കൊതിയോടെ എൻ്റെ തണൽ തേടിയെത്തിയ എൻ്റെ അനിയത്തിക്കുട്ടി, അവൾ എത്ര ആവർത്തി ചോദിച്ചാലും തിരികെ കൊടുക്കാൻ കഴിയാത്ത ശിവ പണയപ്പെടുത്തിയെന്നുള്ള അവകാശവാദവും പറഞ്ഞ് എൻ്റെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടി നമ്മളെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിനായകൻ. ദേ, പിന്നെ ഈ പണം, ഇത് കയ്യിലിരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ സൂക്ഷിക്കണം പിച്ചളെ. അത് മനസ്സിലാക്കിയിട്ടല്ലേ ബായി ഞാൻ ചോദിച്ചത്. എന്താ നമ്മുടെ അടുത്ത നീക്കം? അത് പിന്നെ പിച്ചളെ, വയലോരം വീട്ടിലെ എല്ലാവരെയും നമ്മളിപ്പോൾ കളിപ്പിക്കുക. ഈ പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ആവരുത് പിച്ചളെ. പിന്നെ വിനായകന്റെ കയ്യിൽ നിന്ന് പണം തിരികെ കിട്ടിയ വിവരം വയലോരം വീട്ടിലെ എല്ലാവരും അറിയണം. ബായി, ഒന്നുകൂടി ഒന്ന് ആലോചിക്ക്. ഈ പണം തിരികെ കിട്ടുന്നതിൽ വയലോരം വീട്ടിലെ എല്ലാവരും സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ ഇത് വിനായകനിൽ നിന്നാണ് തിരികെ കിട്ടിയെന്ന് അറിയുമ്പം ആരാ വിനായകൻ,
എന്തിനാണ് വിനായകൻ അങ്ങനെ ചെയ്തത് എന്നുള്ള 100 ചോദ്യങ്ങൾ അവിടുന്ന് ഉണ്ടാവില്ലേ? ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബായിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? Yeah.